കോഴിക്കോട് പൊക്കുന്നിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞ് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൊക്കുന്ന് സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിസാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ രാത്രിയാണ് പൊക്കുന്ന് സ്വദേശി നിസാറിന്റെ 8 മാസം പ്രായമായ മകൻ മുഹമ്മദ് ഇബാദ് അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്നത്. ഇബാദിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നിസാർ കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകി. നിസാറിന്റെ ആദ്യ കുട്ടി 2023 മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. 14 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ആദ്യ കുട്ടി മരിച്ചത്. ഇന്നലെ രാത്രിയാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണം. തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 കുട്ടികളും മരിച്ചത് കുറ്റിച്ചെറിയിലെ ഭാര്യ വീട്ടിൽ വെച്ചാണ്. ഇതാണ് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സംശയമുന്നയിക്കാൻ കാരണം. പ്രണയിച്ച് വിവാഹം കഴിച്ച നിസാറും ഭാര്യയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി അകന്നു കഴിയുകയാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് വ്യക്തമായത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഹമ്മദ് ഇബാദിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് മലയാളം, കോഴിക്കോട്.